ഹായ്, ഇന്ന് നമുക്ക് ഒരു ട്രയാങ്കിളിന് ഇന്നർ സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അതായത് ട്രയാങ്കിളിൻ്റെ അകത്തൂടെ പോകുന്ന ഒരു സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ മെഷർമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ മെഷർമെൻറ്റിൽ ട്രയാങ്കിൾ വരയ്ക്കുക. ഓക്കെ, ട്രയാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ റഫായിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ് കേട്ടോ. തന്നിരിക്കുന്ന മെഷർമെൻറ്റിൽ തന്നെ ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു 7 സെൻറ്റിമീറ്ററിൽ എന്ത് വരച്ചു, ഒരു സൈഡ്, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് വരച്ചു എന്ന് വിചാരിക്കുക. 7 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തത്. അടുത്ത സൈഡ് ഞാനൊരു 6 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. 6 സെൻറ്റിമീറ്റർ ഞാൻ സ്കെയിലിൽ എടുക്കുന്നു. കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം ഈ സൈഡിന് എന്ത് വരയ്ക്കുന്നു, ഈ സൈഡിൻ്റെ, ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിൻ്റെ ഒരു എൻഡ് വെച്ചിട്ടൊരു ആർക്ക് വരയ്ക്കുന്നു. ഇത് 6 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത സൈഡ് ഞാനൊരു 4 സെൻറ്റിമീറ്റർ വരയ്ക്കാം അല്ലേ. 4 സെൻറ്റിമീറ്റർ എടുക്കുന്നു. 4 സെൻറ്റിമീറ്റർ കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം അപ്പുറത്തെ എൻഡിൽ നിന്ന് ഞാൻ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് വരയ്ക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കും മെഷർമെൻറ്റ്. ഈ രണ്ട് ആർക്കും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിൻറ്റും ഈ രണ്ട് പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചാൽ നമ്മുടെ ട്രയാങ്കിളായി അല്ലേ. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ട്രയാങ്കിളായി. നമ്മളിപ്പോൾ വരച്ച സൈഡ് 7ഉം 6ഉം 4ഉം ആണ്. അത് വെച്ചിട്ടൊരു ട്രയാങ്കിളായി. ഈ സൈഡ് എത്രയാണ്, ഈ സൈഡ് 7 ആണ് അല്ലേ, 7 സെൻറ്റിമീറ്റർ. ഈ സൈഡ് എത്രയാണ്, ഇതാ ഇവിടെ 6 ആണ്, അപ്പോൾ 6 സെൻറ്റിമീറ്റർ. ഈ സൈഡ് എത്രയാണാവോ, ഇത് 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ, 4 സെൻറ്റിമീറ്റർ. അങ്ങനെ നമുക്ക് ആവശ്യത്തിലുള്ള ഒരു ട്രയാങ്കിൾ വരച്ചു. ഇനി ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ പോയിൻറ്റും കൂടെയും ടച്ച് ചെയ്ത് പോകുന്ന, എല്ലാ സൈഡിൽ കൂടെയും ടച്ച് ചെയ്ത് പോകുന്ന അകത്തൂടെ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കണം അല്ലേ. ആ സർക്കിളിനെയാണ് നമ്മൾ ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ എന്ന് വിളിക്കുക. ആ ഇൻസ്ക്രൈബ്ഡ് സർക്കിളാണ് ഞാൻ വരയ്ക്കാൻ പോണേ. ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ വരയ്ക്കാനായിട്ട് ഇതിലെ ഏതെങ്കിലും ഒരു കോർണറിൽ കോമ്പസ് വെച്ചിട്ട്, കോമ്പസ് നല്ല ചെറുതാക്കുക. ചെറുതാക്കി വെച്ചതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഒരു ആർക്ക് വരയ്ക്കുക. ഒരു ആർക്ക് വരച്ച് ഈ രണ്ട് സൈഡിനെ കട്ട് ചെയ്യുക. എന്നിട്ട് കോമ്പസ് കുറച്ചുകൂടെ വലുതാക്കിയിട്ട്, കുറേ കൂടെ വലുതായിട്ട് ഈ കട്ട് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ, ഈ സൈഡിനെ കട്ട് ചെയ്ത പോയിൻറ്റും അതിൽ കോമ്പസ് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഇപ്പുറത്ത് കട്ട് ചെയ്ത പോയിൻ്റ് വെച്ചിട്ട് ആ ആർക്ക് ഒരിക്കൽ കൂടെ വരയ്ക്കുക. അപ്പോൾ ഇവിടെ രണ്ട് ആർക്കും തമ്മിൽ കട്ടാവും. ഈ ആർക്ക് തമ്മിൽ കട്ടായ പോയിൻറ്റും ഈ കോർണറും തമ്മിൽ ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചാൽ അത് ഈ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യും. അതായത് പകുതി പകുതിയായിട്ട് മുറിക്കും. ആംഗിളിനെ പകുതി പകുതിയായിട്ട് മുറിക്കുന്ന ബൈസെക്ടർ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഒരു ബൈസെക്ടർ വരച്ചു. ഇനി എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു കോർണറിലും കൂടെ എന്ത് വരയ്ക്കുക, ബൈസെക്ടർ വരയ്ക്കുക. ഞാനിപ്പോൾ ഈ കോർണറിൽ വരയ്ക്കാൻ പോകുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ കോമ്പസ് ചെറുതാക്കുക, ഈ കോർണറിൽ വയ്ക്കുക. എന്നിട്ട് രണ്ട് സൈഡും എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. രണ്ട് സൈഡ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് കോമ്പസ് കുറച്ചുകൂടെ വലുതാക്കുക. വലുതാക്കിയിട്ട് ഈ കട്ട് ചെയ്ത പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് കുറച്ചുകൂടെ വലുതാക്കിയിട്ട് വെളിയിലോട്ട് വരുന്ന രീതിയിൽ ഒരു ആർക്ക് വരച്ചു. ഓക്കെ, അതിനുശേഷം ആ മെഷർമെൻറ്റ് മാറ്റരുത്. അതേ മെഷർമെൻറ്റ് തന്നെ വെച്ചുകൊണ്ട് അടുത്ത പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് അതിനെ കട്ട് ചെയ്യാം. ഇവിടെയാണ് കോമ്പസ്, ഇവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്ന പോയിന്റും ഈ കോർണറും തമ്മിൽ ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കുക. അതാണ് അടുത്ത ആംഗിൾ ബൈസെക്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ബൈസെക്ടർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടിയില്ലേ, ഇതാണ് അകത്ത് വരയ്ക്കേണ്ട സർക്കിളിൻ്റെ സെൻറ്റർ. ഇനി ആ സർക്കിൾ ഇവിടെ കുത്തിയിട്ട് ഏത് പോയിന്റിൽ ടച്ച് ചെയ്ത് വരയ്ക്കണമെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ സെൻറ്ററിൽ ഈ രണ്ട് ലൈനും ജോയിൻ ചെയ്ത ഈ സെൻറ്ററിൽ കോമ്പസ് കുത്തിയതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡിനെ, ഇപ്പോൾ ഈ സൈഡിനെയാണ് ഞാൻ എടുക്കുന്നത്, ഏത് സൈഡായാലും മതി, ഈ സൈഡിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക് ഉപയോഗിച്ച് ആ സൈഡിനെ കുറച്ചുകൂടെ ദൂരം കൂട്ടി വെച്ച്, ആ സൈഡിനേക്കാൾ കുറച്ചുകൂടെ ഗ്യാപ്പ് കൂടുതൽ ഡിസ്റ്റൻസ് വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ആർക്ക് എന്ത് ചെയ്യണം, ഈ സൈഡിനെ കട്ട് ചെയ്യണം. ഓക്കെ, ഈ സൈഡിനെ കട്ട് ചെയ്യണം, ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു ആർക്ക് വരച്ചിട്ടുണ്ട്. ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചിട്ടുണ്ട്. ആ ആർക്ക് ഈ സൈഡിനെ 2 പോയിന്റിൽ കട്ടായി അല്ലേ, 2 പോയിന്റിൽ കട്ട് ചെയ്തു. ആ കട്ട് ചെയ്ത പോയിന്റിൽ കോമ്പസ് കുത്തണം. കോമ്പസ് കുറച്ചുകൂടെ വലുതാക്കിയിട്ട് ആ കട്ട് ചെയ്ത പോയിന്റിൽ കോമ്പസ് വെച്ചതിന് ശേഷം ഇവിടെ നമ്മളൊരു ആർക്ക് വരച്ചു. അടുത്ത അപ്പുറത്തെ സൈഡും കട്ട് ചെയ്തല്ലോ, ഇത് എവിടെയും കട്ട് ചെയ്തല്ലോ, ആ പോയിന്റിലും കോമ്പസ് വെച്ചിട്ട് അതേ മെഷർമെൻറ്റ്, കോമ്പസ് മാറ്റരുത്, അതേ മെഷർമെൻറ്റ് തന്നെ നേരത്തെ വരച്ച ആർക്കിനെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കട്ട് ചെയ്ത പോയിന്റ് ഇതാണ്, ഈ പോയിന്റാണ് കട്ട് ചെയ്തത്. ഈ കട്ട് ചെയ്ത പോയിന്റും ഈ രണ്ട് ബൈസെക്ടറും തമ്മിൽ കട്ട് ചെയ്ത പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കുക. ഇങ്ങനെ ഒരു വര വരച്ചാൽ
ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ ഈ ട്രയാങ്കിളിൻ്റെ സൈഡിൽ കട്ട് ചെയ്തത് ഇതുവരെയാണല്ലേ, ഇത്രയും ഡിസ്റ്റൻസ്. ഇതാണ് നമ്മൾക്ക് വരയ്ക്കേണ്ട സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ കോമ്പസ് എടുത്തിട്ട് ഈ സർക്കിൾ ഇതിൻ്റെ സെൻറ്ററിൽ കോമ്പസ് വെച്ചിട്ട് കോമ്പസ് ഇതുവരെ മെഷർ ചെയ്യുക. ഏതുവരെ? നമ്മളിപ്പോൾ വരച്ച ലൈന് ട്രയാങ്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് വരെയുള്ള മെഷർമെൻറ്റ് എടുക്കുക. എന്നിട്ടൊരു സർക്കിൾ വരച്ചാൽ ആ സർക്കിൾ എന്തായിരിക്കും? ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ ആയിരിക്കും. ഓക്കെ, എന്നിട്ടൊരു സർക്കിൾ വരച്ചാൽ ആ സർക്കിൾ ഒരു ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ ആയിരിക്കും. കണ്ടോ, ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എല്ലാ പോയിൻ്റിൽ കൂടെയും ഏകദേശം കടന്നു പോകും അല്ലേ? എല്ലാ പോയിൻ്റിൽ കൂടെയും കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ നമുക്കവിടെ കിട്ടും. ഓക്കെ, ഞാൻ വരച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് വരയ്ക്കുക. ഞാൻ വരച്ചപ്പോൾ ചെറിയ മെഷർമെൻറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരച്ചത് കൊണ്ട് കുറച്ച് വാല്യൂസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കാണും, കറക്റ്റായിട്ട് ഞാൻ കുത്തി കാണത്തില്ല. അതുകൊണ്ട് ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക, കറക്റ്റായിട്ട് ഈ സർക്കിളിൻ്റെ അകത്തൂടെ തന്നെ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് വരയ്ക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒരിക്കൽ കൂടെ കണ്ട് പ്രാക്ടീസ് ചെയ്യുക. വരച്ച് 2-3 പ്രാവശ്യം വരച്ച് പ്രാക്ടീസ് ചെയ്താൽ ഇത് വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, താങ്ക് യു.